നാണയങ്ങളുടെ വില അറിയാത്ത കള്ളൻ. കള്ളന് അറിയില്ലെങ്കിലും ആ നാണയങ്ങളുടെ വില അറിയുന്നവർ ചെയ്തത് കണ്ടോ? ഗൗതമിന്റെ സങ്കടത്തിന്റെ ആഴവും അതുകൊണ്ടാണ്. വർഷങ്ങളുടെ അധ്വാനഫലമായി ശേഖരിച്ച നാണയങ്ങൾ, കറൻസികൾ എന്നിവയുടെ ശേഖരം നഷ്ടപ്പെട്ട ഗൗതമിന്റെ വിഷമം മനോരമയിൽ വായിച്ചറിഞ്ഞ് സ്നേഹാശ്വാസവുമായി അവർ ഓടിയെത്തി. വീട്ടിൽ കയറിയ മോഷ്ടാവ് 5 വയസ്സ് മുതലുള്ള തന്റെ അപൂർവ ശേഖരം കവർന്നതിന്റെ സങ്കടത്തിലായിരുന്നു നിലമ്പൂർ ചക്കാലക്കുത്ത് പാടുകാണി ഗൗതം. നാണയം ശേഖരിക്കുന്നവരുടെ കൂട്ടായ്മയായ മലപ്പുറം ന്യൂമിസ്മാറ്റിക് സൊസൈറ്റിയാണ് അംഗങ്ങളുടെ ശേഖരത്തിലെ ഒരു പങ്ക് നൽകി ആശ്വാസം പകർന്നത്. 24-ന് പകൽ വീട്ടിൽ ആരുമില്ലാത്ത നേരത്താണ് മോഷണം നടത്തിയത്. അലമാരയിലെ പണം മോഷ്ടിച്ച കള്ളൻ 20-കാരനായ ഗൗതമിന്റെ പുരാതന നാണയങ്ങളും കറൻസികളും ഉൾപ്പെടുന്ന ശേഖരവും കൊണ്ടുപോയി. ശേഖരം തിരിച്ചു തന്നാൽ കള്ളന് പണം കൊടുക്കാൻ ഗൗതം തയ്യാറായിരുന്നു. 26-ന് മനോരമ വാർത്തയിലൂടെ വിവരം അറിഞ്ഞ് സംസ്ഥാനത്തുടനീളമുള്ള സൊസൈറ്റി അംഗങ്ങൾ തങ്ങളുടെ ശേഖരം ഗൗതമിന് പങ്കുവയ്ക്കാൻ തയ്യാറായി. ഭാരവാഹികളായ സി അരവിന്ദാക്ഷൻ, സിദ്ദീഖ് വേങ്ങര, ഗിന്നസ് ലത്തീഫ്, ഗിന്നസ് സലീം, സമീർ ബാബു പെരിന്തൽമണ്ണ എന്നിവർ ഇന്നലെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെത്തി. പഞ്ചാബിൽ ബിടെക് വിദ്യാർത്ഥിയായ ഗൗതമിന്റെ അസാന്നിധ്യത്തിൽ മാതാപിതാക്കളായ അനിൽകുമാർ, റീത്ത എന്നിവർക്ക് നാണയങ്ങൾ, കറൻസികൾ എന്നിവയുടെ ശേഖരം കൈമാറി. ഇൻസ്പെക്ടർ മനോജ് പറയിറ്റിയുടെ സാന്നിധ്യത്തിലാണ് നാണയം കൈമാറിയത്. ഗൗതം നാട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും അംഗങ്ങളിൽ നിന്നും നാണയങ്ങൾ, കറൻസികൾ എന്നിവ കൂടുതൽ ശേഖരിച്ച് മലപ്പുറത്ത് ജില്ലാതല ചടങ്ങിൽ വെച്ച് നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മോഷ്ടാവിനെ വൈകാതെ പിടികൂടുമെന്ന് ഇൻസ്പെക്ടർ അറിയിച്ചു. അദ്ദേഹം എന്താ ചെയ്യുന്നത്? മധു ഇങ്ങോട്ട് നിൽക്കുക, ഈ ഗ്യാപ്പിൽ മധു ഓക്കെ. ആ പുറകിൽ റീത്ത മുന്നോട്ട്. സാറേ പറഞ്ഞു. പഞ്ചാബില് ബിടെക്കിന് പഠിക്കുന്ന ഗൗതം എന്ന വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ഏറ്റവും ആവേശമായിരുന്നു നാണയങ്ങളെ, അത് ആൻറ്റിക് നാണയങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കുക എന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പക്ഷേ ഒരു കനത്ത നഷ്ടമായി. വീട്ടിൽ നിന്ന് ഈ ആൻറ്റിക് നാണയങ്ങൾ മോഷണം പോകുന്നുണ്ട്. അതിനുശേഷം ഈ ഗൗതം പത്രത്തിൽ ഒരു കുറിപ്പ് പത്രത്തിലൂടെ അറിയിച്ചു, എൻ്റെ നാണയങ്ങളെ മോഷണം പോയ മോഷ്ടാവ് ഈ നാണയങ്ങൾ തിരികെ തന്നാൽ അതിൻ്റെ വില നൽകാം എന്നുള്ളത്. അപ്പോൾ ഇത് വായിച്ചറിഞ്ഞ ആൻറ്റിക് നാണയത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയും ഈ ഗൗതമിന് ഞങ്ങൾ നാണയങ്ങൾ നൽകാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയും അതിൻ്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളമുള്ള നാണയ സ്നേഹികൾ ഈ നാണയങ്ങളുമായി വരികയും ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഗൗതമിൻ്റെ മാതാപിതാക്കൾക്ക് ഇത് കൈമാറുകയും ചെയ്തു. ഇനി പോലീസിന്റെ ഡ്യൂട്ടിയാണ്, ഈ കള്ളനെ കൂടി ഞങ്ങൾ പിടിയിലാക്കും. മലപ്പുറം ലൈവ് വോയിസ്, നിലമ്പൂർ.